ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് സെയിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ DTDC വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയാണ് കേട്ടോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോട്ടസ്, അതുപോലെ തന്നെ വാട്ടർ ലില്ലി, വാട്ടർ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പം ഇതിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ട്യൂബേഴ്സ്, സെയിലായിട്ട് കൊണ്ടുവന്നേക്കുന്ന ട്യൂബേഴ്സ് എല്ലാം തന്നെ നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് ആണ്. നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഫ്ലവർ അല്ലെങ്കിൽ ബഡ് വരുന്ന വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ എല്ലാം തന്നെ. അപ്പം ആദ്യമായിട്ട് ലോട്ടസ് വാങ്ങുന്നവർക്ക് ലോട്ടസ് നടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിച്ചാൽ മതി. നമ്മളതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിൽ ട്യൂബറിൻ്റെ സൈസ്, റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ, ട്യൂബറിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ. പിന്നെ പുതുതായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ. ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ട്രാക്കിംഗ് ID വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ നിങ്ങൾ ചോദിക്കണം. ചോദിച്ചാൽ മാത്രമാണ് എനിക്ക് അയച്ചു തരാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എനിക്ക് DTDCയിൽ നിന്നും ട്രാക്കിംഗ് ID പെട്ടെന്ന് കിട്ടത്തില്ല കേട്ടോ. പെട്ടെന്ന് അവർ തരുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ട്രാക്കിംഗ് ID തരാനുള്ളത് കേട്ടോ. അപ്പം അത് നിങ്ങൾ ചോദിക്കണം, എന്തായാലും എൻ്റെ അടുത്ത് ചോദിക്കണം. പിന്നെ നമുക്ക് കേരളത്തിനകത്ത് നമ്മൾ കൊറിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ദിവസം എടുക്കും കിട്ടാനായിട്ട്. 3 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ്. അപ്പോൾ മാക്സിമം 3 ദിവസമാണ് കേട്ടോ പറയുന്നത്. അപ്പം ട്രാക്കിംഗ് ID വേണം എന്നുള്ളവർ ചോദിച്ച് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. നമ്മളിൽ നിന്ന് ലോട്ടസ് വാങ്ങിയിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് അവർ ഓർഡർ തന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അവർ കറക്റ്റായിട്ട് പിറ്റേ ദിവസം തന്നെ കിട്ടിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഓർഡർ ചെയ്ത സമയത്ത് അവർക്ക് പിറ്റേ ദിവസം കിട്ടിയില്ല. അതായിരുന്നു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം തേഴ്സ്ഡേ ഓർഡർ ചെയ്ത് തേഴ്സ്ഡേ ആയിരുന്നു അവർ ഞാൻ കൊറിയർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഫ്രൈഡേയും സാറ്റർഡേയും കിട്ടിയില്ല. പിന്നെ സൺഡേ നമുക്ക് DTDC ലീവാണല്ലോ. അപ്പം ഞാൻ അവരടുത്ത് ഒരു DTDCയിലേക്ക് വിളിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ അവർ വിളിക്കുകയും ചെയ്തില്ല. എന്നിട്ട് ഞാൻ പിന്നെ ട്രാക്ക് ചെയ്തിട്ട് ട്രാക്കിങ് പറഞ്ഞു കൊടുത്തു. എനിക്ക് ആക്ച്വലി ട്രാക്കിംഗ് ID പിറ്റേ ദിവസം കിട്ടത്തില്ല. അത് എനിക്ക് DTDCന്ന് കുറച്ച് ഡിലേ ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ അവരടുത്ത് പറഞ്ഞു, ഇനിയെങ്ങാനും കണക്ഷൻ്റെയോ അല്ലെങ്കിൽ റേഞ്ചിൻ്റെ ഇഷ്യൂ കാരണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ സാധനം നിങ്ങൾക്ക് പോയി എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കാൻ പറഞ്ഞത്. പക്ഷെ അവർ വിളിച്ചും ഒന്നുമില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അതായത് എനിക്ക് എൻ്റെ ബിസിനസ് എന്തോ ശരിയില്ലാന്നോ അല്ലെങ്കിൽ എൻ്റെ ഓർഡർ, അതായത് എൻ്റെ കൊറിയർ മാത്രമാണ് ഡിലേ ആവുന്നത്, ബാക്കി എല്ലാവരുടെ കൊറിയറും കിട്ടുന്നുണ്ടെന്ന്. ആക്ച്വലി ഞാനല്ല, എനിക്ക് എൻ്റെ ഇതെന്നുള്ളത് നമ്മൾ കൊറിയർ പാക്ക് ചെയ്ത് DTDCയിലേക്ക് എത്തിക്കുന്ന വരെ മാത്രമാണ് എനിക്കിത് അറിയാൻ പറ്റുള്ളൂ എന്താണ് സംഭവിക്കുന്നത്. അതിനുശേഷം പിന്നെ DTDCയുടെ വണ്ടിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പം ഇത് എൻ്റെ കൊറിയറിന് മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഒത്തിരി ഭയങ്കര സങ്കടം വന്നു. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ഇത്ര ഒരാൾ അതായത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവർ നമ്മൾ കേരളത്തിനകത്ത് 3 ദിവസമാണ് കേട്ടോ പറയുന്നത്. അതായത് സൺഡേ ഇല്ലാതെ, സൺഡേ ക്ലോസ്ഡ് ആയിരിക്കും, അല്ലാതെ 3 ദിവസം. ഇപ്പോൾ ഫ്രൈഡേ നമ്മൾ അയക്കുകയാണെങ്കിൽ സാറ്റർഡേ, പിന്നെ സൺഡേ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ മൺഡേ ആയിരിക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ കൊറിയർ കിട്ടിയില്ല എന്നിട്ട് നമ്മളടുത്ത് ദേഷ്യപ്പെടരുത് കേട്ടോ. കാരണം നമ്മളെ കയ്യിലിരിക്കുന്ന കാര്യമല്ലാതെ DTDCയുടെ ഇതിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഡിലേ ആവും. പക്ഷേ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം എനിക്ക് ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ദേഷ്യപ്പെട്ടെന്ന് വെച്ചിട്ട് എനിക്കിപ്പം ഞാൻ DTDCയിലേക്ക് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം അവർ പറഞ്ഞത് അയച്ചിട്ടുണ്ട് അവരെ DTDCയിലേക്ക് വിളിക്കാനാണ് പറഞ്ഞത്. ഞാനത് അവരടുത്ത് പറഞ്ഞു, പക്ഷെ അവർ വിളിക്കാനായിട്ട് ശ്രമിച്ചില്ല. അപ്പം നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. എന്തായാലും ഒരു 2-3 ദിവസം എന്തായാലും ഒത്തിരി ടെൻഷൻ ആവേണ്ടി വന്നു, വിഷമവും ഉണ്ടായി. അപ്പം ഓർഡർ ചെയ്യുന്നവർ ജസ്റ്റ് ട്രാക്കിംഗ് ID വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സാണ് ഇപ്പം വന്നതെന്ന് പറയും, ഏതൊക്കെ ട്യൂബേഴ്സാണ് ഇപ്പോൾ ഉള്ളതെന്ന് നോക്കാം കേട്ടോ. പിന്നെ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഒരു വാട്ടർ പ്ലാന്റ് കേട്ടോ, ഇതും പിന്നെ വേറൊരു വാട്ടർ പ്ലാന്റും ഉണ്ട് കേട്ടോ. ഇത് റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്ന് പറയും. അപ്പം ഇത് നല്ല ഒരു അസോളക്ക് പകരക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ അതെ ഈ ഒരു വാട്ടർ ക്യാബേജ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. നമുക്കിങ്ങനെ ഫ്ലോട്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ബേസ് നിറച്ച് ഇങ്ങനെ കിടക്കും കേട്ടോ, പെട്ടെന്ന് ഇത് നിറയും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുമാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഓർഡർ ചെയ്യുന്ന
ഇന്നും നാളെ ആയിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കാരണം അത്ര ഈ ഒരു ബേസല്ലേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് കഴിയുന്നത് വരെ എനിക്ക് തരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും നമ്മൾ ഈ ഒരു വാട്ടർ പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇനി ഏതൊക്കെ ട്യൂബേഴ്സാണ് നമുക്ക് ഒന്ന് ഉള്ളത് നോക്കാം. ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് യെല്ലോ പിയോണി ആണ് കേട്ടോ. യെല്ലോ പിയോണി നല്ല മഞ്ഞ കളറിലെ ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. അതിൻ്റെ വലിയ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടല്ലോ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ് കേട്ടോ. അതാണല്ലോ നല്ല രണ്ടാക്കി കട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള സൈസ് ട്യൂബറാണ് കേട്ടോ. ഈ ഒരു ബേസിൻ്റെ അത്ര തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു ട്യൂബറും. അപ്പം ഇനി അടുത്ത ട്യൂബർ എന്ന് പറഞ്ഞാൽ ഇതാകുമ്പോഴത്തേക്കും 200-നാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് 160 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പം ചെറിയ ട്യൂബറൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ വലുതാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും നമ്മൾ 200 രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ്. യെല്ലോ പിയോണിയാണ്. നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ്. യെല്ലോ കളർ ലോട്ടസ് വേണമെന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ യെല്ലോ പിയോണി. അപ്പം വേണമെന്നുള്ളവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. 160 തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് വൈറ്റ് കളറിലെ ലോട്ടസാണ് കേട്ടോ. വൈറ്റ് മാസ്കിയാണോ അല്ലെങ്കിൽ ഫോറിനർ ആണോ എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവും. ഞാൻ ഫോറിനറിൻ്റെ ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്തായാലും വൈറ്റ് കളർ ലോട്ടസാണ്. അതിൻ്റെ ഫസ്റ്റ് കാണിച്ച ട്യൂബർ നമ്മൾ 160 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് 50 രൂപേൻ്റെ ട്യൂബറാണ് കേട്ടോ. പിന്നെ അതെ ഈ ഒരു ട്യൂബർ നല്ല വലിയൊരു ട്യൂബറാണ്. ഇത് നമ്മൾ 170 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉള്ള ട്യൂബറാണ് കേട്ടോ. 3 ട്യൂബറേ ഉള്ളൂ. 50, അതുപോലെ തന്നെ 160, 170 കേട്ടോ. അടുത്തത് വരുന്നത് വൈറ്റ് മാസ്കിയാണ് കേട്ടോ. വൈറ്റ് മാസ്കിയുടെ ഇതുണ്ടല്ലേ കുറച്ച് ഇങ്ങനെ മെയിൻ ഗ്രോത്തിൻ്റെ അവിടെ, അതായത് ഒരു ഗ്രോത്ത് ടിപ്പ് പൊട്ടി, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ്. നമ്മളതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ചിട്ട് 50, 80 രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നുണ്ടാവുക. ചെറുത് 50 രൂപയ്ക്കും വലിയ ട്യൂബേഴ്സ് 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം വൈറ്റ് മാസ്കിയാണ് കേട്ടോ. നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ്. ഒത്തിരി പൂക്കൾ നമുക്ക് തരും കേട്ടോ. അടുത്ത വെറൈറ്റി അമരിപ്പിയോണിയാണ്. അമരിപ്പിയോണിയുടെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട്. ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അമരിപ്പിയോണി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറൊക്കെ നമ്മൾ 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ആകുമ്പോഴത്തേക്കും 130 രൂപയേ ഉള്ളൂ കേട്ടോ. അമരിപ്പിയോണി ആദ്യമായിട്ട് ലോട്ടസ് വാങ്ങുന്നവർക്കൊക്കെ പറ്റിയൊരു വെറൈറ്റിയാണ്. ബിഗിനേഴ്സിനൊക്കെ വാങ്ങിച്ച് പരീക്ഷിക്കണം എന്നുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. ഇത് നമ്മൾ 30 രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ്. പിന്നെ ഇതാകുമ്പോഴത്തേക്കും 150, ഏറ്റവും വലിയ ട്യൂബർ നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ 250ൻ്റെ ട്യൂബർ ആ ഒരു സൈസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അമരിപ്പിയോണി. പിന്നെ 30 രൂപയ്ക്കൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 200 രൂപയ്ക്കെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. 30 രൂപയ്ക്ക് ട്യൂബർ മാത്രമായിട്ട് അങ്ങനെ ഇല്ല കേട്ടോ. നമ്മളൊരു മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് 200 രൂപയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി കാണുന്ന ഒരു ഫ്ലവറാണ്. ഇത് കാദംബരി ആണോ അല്ലെങ്കിൽ കാവേരി ആണോ എന്ന് സംശയമുണ്ട്. അപ്പം സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായി. ഇവർക്ക് ഉണ്ടായേക്കുന്ന ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത് ഈ ട്യൂബേഴ്സിൻ്റെ. കണ്ടില്ലേ, ഈ ട്യൂബറൊക്കെ നമ്മൾ വെറും 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് വന്നേക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ട്യൂബറാണ് കേട്ടോ. അപ്പം അത് 50 തുടങ്ങിയിട്ടാണ് നമുക്കിതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ. എല്ലാം തന്നെ നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. കിട്ടുമ്പോഴത്തേക്കും നട്ട് വെച്ചാൽ മതി കേട്ടോ. 100, 150 ആ ഒരു റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത്. 50 ഉണ്ട് കേട്ടോ. അപ്പം വേണ്ടവർ വാങ്ങിച്ചോളൂ. ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഒക്ടോപ്പസ് ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു 3 കളർ ഷെയ്ഡിലൊക്കെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ട്യൂബേഴ്സിൻ്റെ 2 എണ്ണത്തിൻ്റെ ഗ്രോത്ത് ടിപ്പ് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള ഗ്രോത്ത് ടിപ്പിൻ്റെ പക്ഷേ അതേ പുതിയ ഗ്രോത്ത് ടിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 160 രൂപയാണ് കേട്ടോ. നമ്മൾ ആ ട്യൂബർ കൊടുക്കുന്നത് വലിയ ട്യൂബറാണ് കേട്ടോ. ഇത് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ വെള്ളത്തിലിട്ട് വയ്ക്കണേ. പിന്നെ ഈ ഒരു ട്യൂബർ നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് ഇത് കണ്ടില്ലേ, ഇതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ. ഇതിന് ഒത്തിരി ഗ്രോത്ത് ടിപ്പ് ഒത്തിരിയല്ല, ഡാമേജ് ഒന്നുമില്ല കേട്ടോ. അതാകുമ്പോഴത്തേക്കും നമ്മൾ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് 80 രൂപേൻ്റെ തന്നെയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി പിങ്ക് അയാനാണ് കേട്ടോ. പിങ്ക് അയാൻ ഒരു ബൗൾ ലോട്ടസാണ്. അപ്പം അതിൻ്റെ കണ്ടില്ലോ 3-4 ട്യൂബേഴ്സാണുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് വന്നിരിക്കുന്നതാണ് കേട്ടോ. അത് സെയിലായി പോയ ട്യൂബറാണ്. ഇങ്ങനെ ഇത് ഇതുണ്ടല്ലേ, ഇതൊക്കെ ആകുമ്പോഴത്തേക്കും 150, പിന്നെ 100 ഇതാണ്ടല്ലേ, ഇതാകുമ്പോഴത്തേക്കും ഇതൊക്കെ 150, പിന്നെ എല്ലാം 150ൻ്റെ ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ. അല്ലല്ലോ 3 ട്യൂബേഴ്സാണ് ആകെ ഉള്ളത്. 3 നമ്മൾ 150 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്.
പിങ്ക് അയാനാണ്. അടുത്ത വെറൈറ്റി മീഷോക്കാണ് കേട്ടോ. മീഷോക്ക് നല്ലപോലെ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒത്തിരി പൂക്കൾ തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെതേ ഒരു 3 ട്യൂബേഴ്സാണ് ഉള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് കേട്ടോ. 180, 200 ആ ഒരു റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത്. 3 ട്യൂബറാണുള്ളത്. ഫസ്റ്റ് ഒരു മെയിൻ ഗ്രോത്തിൻ്റെ അവിടെ കുറച്ച് ഡാമേജ് ഉണ്ട്, അതാണ് നമ്മൾ 180 കൊടുക്കുന്നത്. പക്ഷേ എക്സ്ട്രാ 3-4 ഗ്രോത്ത് ഇട്ടുണ്ട് കേട്ടോ.